ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. കുറച്ച് ഷോപ്പിങ്ങും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ, ഒരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ കുളി പരിപാടികളൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളൊന്നും പോകണ്ടല്ലോ മക്കൾക്ക്, അതുകൊണ്ട് തന്നെ നമുക്കും രാവിലെ എഴുന്നേക്കാൻ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ ഏതായാലും സ്കൂൾ തുറക്കാനായല്ലോ, അപ്പോൾ ഇനി നമ്മുടെ റുട്ടീനും കാര്യങ്ങളൊക്കെ ഫുൾ മാറ്റം വരാൻ പോവുകയാണ്. ഇത്രയും ദിവസം ഇഷ്ടംപോലെ കിടന്നുറങ്ങിയും നമുക്ക് ഇഷ്ടംപോലെ ഫ്രീ ടൈമും ഒക്കെ ഉണ്ടാവുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മാറാൻ ഇനി ദിവസങ്ങളേ ഉള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമം കൂടെ ഉണ്ട് കേട്ടോ. ഇനി എല്ലാ കാര്യങ്ങളും മാറി വരാൻ പോവുകയാണ്. അത് കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ അവരുടേതനുസരിച്ച് നമ്മൾ മാറണമല്ലോ. അപ്പോൾ ഇന്ന് കുറച്ചൊരു ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് ഗ്രോസറി കാര്യങ്ങളാണ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ കറിയോ കാര്യങ്ങളോ ഒന്നും ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ഒന്നും ആയിട്ടില്ല. ചോറ് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോയി വന്നതിന് ശേഷം ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ അലക്കാനുള്ളത് മെഷീനിലേക്ക് ഇടുന്നുണ്ട്. എന്നാൽ ഞാൻ പോയി വരുമ്പോഴത്തേക്ക് ഇത് റെഡി ആയി കഴിഞ്ഞാൽ വെയിലിൽ തന്നെ നമുക്ക് ആറി കിട്ടുമല്ലോ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇവിടെയൊക്കെ മഴയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ആവുന്ന സമയത്ത് കാലവർഷം വരാനായി എന്നാണ് ഒരു മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് തോന്നുന്നത്. അധിക ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം മഴയാണ്. ഇത്രയും ദിവസം നല്ല ചൂടായിരുന്നല്ലോ, അതിനൊക്കെ നല്ല ആക്കുപ്പുണ്ട്. വൈകുന്നേരമൊക്കെ മഴയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി അത്ര ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത് ഞാൻ നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള റിലയൻസിലേക്കാണ് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയത്. തേഴ്സ്ഡേ ആയതുകൊണ്ട് തന്നെ വെനസ്ഡേ ആയതുകൊണ്ട് തന്നെ അവിടെ ഓഫർ നടക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ പച്ചക്കറിയൊക്കെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ കുറച്ച് പച്ചക്കറികളും പിന്നെ കുറച്ച് കഴിഞ്ഞിരിക്കുന്ന കുറച്ച് ഗ്രോസറീസൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് ഞാനിതാ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും വാങ്ങിച്ചൊക്കെ കുറച്ച് സമയം എന്തായാലും പോവും. ഞാൻ വരുമ്പോഴേക്കാണെങ്കിലും കുറച്ച് സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ചോറിന് എന്തെങ്കിലും കറിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം തന്നെ എല്ലാ സാധനങ്ങളും ഞാൻ ഈ കൗണ്ടർ ടോപ്പിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ സാധനങ്ങളിലേക്ക് അതത് സ്ഥാനങ്ങളിലേക്ക് മാറ്റണം, നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ. അതിന് ശേഷം വേണം കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. ഇവിടെ ചായ ഗ്ലാസ്, നമ്മൾ ചായ കുടിക്കുന്ന ടീ ഗ്ലാസ് ഉണ്ടല്ലോ, അത് കുറച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. പൊട്ടിയൊക്കെ പോയിട്ട് ഉണ്ടായിരുന്നില്ല, 1ഉം 2ഉം ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 4 ഗ്ലാസ് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലുള്ള സ്റ്റിക്കറൊക്കെ ഒന്ന് പോക്കിയിട്ട് അതൊക്കെ സെറ്റാക്കി അവിടേക്ക് വെച്ചു. ഇനി കഴുകി മാറ്റി വയ്ക്കണം. പിന്നെ കുറച്ച് അതായത് പഴം, ഇവിടെ എപ്പോഴും നല്ല ചിലവുള്ള സാധനമാണ് നേന്ത്രപ്പഴം, അതേപോലെ തന്നെ റോബസ്റ്റ പഴമൊക്കെ, അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, ഇത് വൈകുന്നേരം സാലഡാക്കിയൊക്കെ കഴിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഐറ്റംസൊക്കെ വാങ്ങിച്ചു. പിന്നെ തക്കാളി, ഉള്ളി, നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ കൗണ്ടർ ടോപ്പ് നിറഞ്ഞിരിക്കും അവിടെ എവിടെയൊക്കെ കിടന്നിട്ട്. ഇപ്പോൾ ചക്കേൻ്റെയും മാങ്ങേൻ്റെയും ഒക്കെ കാലം ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു ഈച്ചശല്യം വല്ലാതെ ഉണ്ട് കേട്ടോ. ഈ ഒരു പുതുമഴ പെയ്യുന്ന സമയത്ത് പൊതുവേ എല്ലാ വർഷവും ഈ ഒരു ഈച്ചേൻ്റെ ഒരു ഇത് ഉണ്ടാവാറുണ്ട്. നമ്മൾ എത്ര സൊല്യൂഷൻസൊക്കെ ഇട്ടിട്ട് തുടച്ചാലും കഴുകിയാലും ഒക്കെ ഈച്ച ഇങ്ങനെ പറന്ന് നടക്കും. നമുക്കത് കാണുമ്പോൾ എന്തോ ഒരു പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വേഗം ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് കൗണ്ടർ ടോപ്പൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. എന്ത് ഒരു ചെറിയ സാധനം ഉണ്ടെങ്കിലും ഈച്ച അപ്പോഴത്തേക്ക് ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു പോലെയാണ് കേട്ടോ. എല്ലാ വീടുകളിലും ഉണ്ട്, എന്നാൽ പോലും നമുക്ക് ഈ ഈച്ച ഇങ്ങനെ പറന്ന് നടക്കുന്നത് കാണുമ്പോൾ ഒരു മാതിരി ആവുമല്ലോ. ഇത് ഞാൻ റിലയൻസിൽ നിന്ന് വാങ്ങിയ ഒരു കോഫി മഗ്ഗാണ് കേട്ടോ. ഇതൊരു വെള്ളം കുടിക്കുന്നൊരു ബോട്ടിലുമാണ്. ഇങ്ങനത്തെ കുറേ എസ്തെറ്റിക് ഐറ്റംസ്, നല്ല കാണാൻ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് എപ്പോഴും റിലയൻസിൽ ഉണ്ടാവും കേട്ടോ. ഈ വെനസ്ഡേ ബസാറിലായിട്ട് പോകുന്ന സമയത്താണെങ്കിൽ റേറ്റ് കുറവിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കുറച്ചൊക്കെ ഞാൻ എനിക്കിഷ്ടമുള്ളതൊക്കെ നോക്കിയിട്ട് 1-2 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം ഓരോ വഴിക്കാക്കിയൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഇതാ കറി വെക്കാൻ വേണ്ടി പോവുകയാണേ. ഇന്ന് ചെമ്മീൻ ഇന്നലെ തന്നെ വാങ്ങിച്ചതുണ്ടായിരുന്നു, ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അതുകൊണ്ട് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. കറിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടതിന് ശേഷം മസാല ബോക്സ് എടുത്ത് നോക്കിയപ്പോഴാണ് മസാല കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞത്. എപ്പോഴും തിരക്കുള്ളൊരു സമയത്ത് അങ്ങനെയാണ്. വെളിച്ചെണ്ണ, മസാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ആ വലിയ പാത്രം എടുത്ത് അതിൽ നിന്ന് ഇതിലേക്ക് ഇട്ട് മാറ്റി അങ്ങനെയൊക്കെ വെക്കേണ്ടി വരും. എല്ലാ ആഴ്ചയും കറക്റ്റായിട്ട് ഇത് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരില്ല. ചിലപ്പോൾ മറന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് തിരക്കും കൂടെ ഉള്ള സമയമാകുമ്പം എല്ലാം പൂർത്തിയാവും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ മസാല ബോക്സൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ചെമ്മീനും കറിയിലേക്ക് അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം വേഗം തന്നെ കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അത്യാവശ്യം നല്ല നേരം വൈകിട്ടുണ്ട്, 2 മണിയൊക്കെ ആവാറായി. അപ്പോഴാണ് ഞാൻ ഈ കറീൻ്റെ പരിപാടി നോക്കുന്നത് തന്നെ. ഇന്ന് എന്തായാലും ഉച്ചയ്ക്കത്തെ ചോറിന് കുറച്ചൊരു ലേറ്റ് ആവുന്ന ഒരു മട്ടും ഭാവമൊക്കെയാണ് കാണുന്നത്. അപ്പോൾ വേഗം ഇതിലേക്ക് വെച്ചു. ഇന്ന് നമുക്ക് വൈകുന്നേരം ആണെങ്കിൽ
ഒരു കല്യാണത്തിന് റിസപ്ഷന് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കറിയൊക്കെ വെച്ചിട്ടുണ്ടോ. നമ്മളെ ഫാമിലിൻ്റെ ഉള്ള ഒരു കല്യാണമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പോകണം. അപ്പോൾ ഡിന്നർ എന്തായാലും അവിടെ നിന്നാണ് കഴിക്കുക. വൈകുന്നേരം ആയ സമയത്ത് നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ചെറിയ ചായയൊക്കെ കുടിച്ച് ചക്ക വറുത്തതും ചായയൊക്കെ ചെറുതായിട്ട് കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ചില സമയത്ത് വൈകുന്നേരം ചായ കുടിക്കാൻ ഭയങ്കര നിർബന്ധം, ചില സമയത്ത് അങ്ങനെ തോന്നാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും, വേണ്ടപ്പോൾ കാച്ചിട്ട് അങ്ങോട്ട് കുടിക്കും, അങ്ങനെയാണ് കേട്ടോ. വെള്ളപ്പത്തിന് അരച്ച് വെക്കാനുള്ള പച്ചരി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. നാളെ നമുക്ക് വെള്ളപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ആകുമ്പോൾ ഇനിയിപ്പോൾ ഇടി മിന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കറണ്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഇൻവെർട്ടറിൽ മിക്സി ഒന്നും വർക്ക് ആവില്ല കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ ഇത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അരപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈവനിങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് കല്യാണത്തിന് പോകാമെന്നുള്ളതാണ് കേട്ടോ. ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വ്ളോഗിൽ കാര്യമായിട്ടുള്ളത്. വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. വെള്ളപ്പത്തിന് അരച്ച് വെച്ച് കഴിഞ്ഞാലും ഇതിൽ ഞാൻ കുറച്ച് ഈസ്റ്റ് ഇടാറുണ്ട്. പക്ഷേ അതിപ്പോൾ ഇടാറില്ല. കാരണം അതായത് ഇത്ര നേരത്തെ ഇടൂല. രാത്രി ആവുന്ന സമയത്ത് ഒരു 10 മണിക്ക് ആവുന്ന സമയത്ത് നമ്മൾ കിടക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ഈസ്റ്റ് അതിൽ ചേർക്കുക ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അതാ വൈകുന്നേരം ആയ സമയത്ത്, വൈകുന്നേരമല്ല രാത്രി ആയ സമയത്ത് നമ്മൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ കല്യാണത്തിന് പോകുന്ന ഒരു ഔട്ട്ലുക്ക്. അപ്പോൾ നമുക്ക് കല്യാണത്തിനൊക്കെ പോയിട്ട് വരാം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.